TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ 2015 നവംബർ 20 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന് സെയിന്റ് ആന്റണീസ് ബിൽഡിംഗ്, പെട്രോൾ പമ്പിന് സമീപം. അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ, യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞോടുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം എപ്പിസോഡിൽ നമ്മുടെ ബൈജു ബ്രദറുണ്ട്. പാലക്കാട് നമ്മുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നത് ബ്രദർ ബൈജു ആണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ന് ഒന്നിച്ചായിരിക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങൾ ഒരു നാട്ടുകാരും കൂടെയാണ്, അയൽവാസികളാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുത കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബൈജു ബ്രദറെ, ഞാൻ ഓർക്കുന്നുണ്ട് ബൈജു ബ്രദർ അന്ന് നമ്മൾ വാകത്താനത്തൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ അതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വാതൊക്കെ വന്ന് നിന്നതാ ബൈജു ബ്രദർ. അതെ, ഏകദേശം ഒരു 8-9 വർഷങ്ങൾക്ക് മുൻപ്. ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് നിൽക്കുന്നത് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചനയല്ല. എൻ്റെ മുമ്പിൽ 2 വഴിയുള്ള ആ സമയത്ത്. ഒന്നുകിൽ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ നാട് വിട്ടു പോകുക. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള മീറ്റിങ്ങിനോടൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഒട്ടും താല്പര്യം ഇല്ലാതെ തന്നെയല്ല, കഴിവതും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ഒഴിവാക്കുക, മുടക്കുക, അങ്ങനെയുള്ളവരെ ഓടിക്കുക, അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയുടെ സത്യത്തിൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ 2 ആഴ്ച മുമ്പ് ആ സെയിം ഹാളിൽ നടന്ന ഒരു മീറ്റിങ്ങിന് ഞാൻ പുറകിൽ പോയി, സുവിശേഷ മീറ്റിങ്ങിനെ തന്നെ ശരിക്കും ഞാൻ എൻ്റെ നേതൃത്വത്തിൽ കൂവുകയും ബേളം വയ്ക്കുകയും ചെയ്തതാണ്. പക്ഷേ എനിക്ക് കർത്താവിനോട് തോന്നിയ അവിടെ ഒരു സ്നേഹം. 2 ആഴ്ച കഴിഞ്ഞില്ല, അതേ ഹാളിൽ തന്നെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ ആ ഹാളിൽ തന്നെ കയറി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. പക്ഷെ അതിനുശേഷം ആ ജീവിതത്തിൽ ഞാൻ തോമസ് പറഞ്ഞല്ലോ, 2 വഴി എൻ്റെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ നാട് വിട്ടു പോകണം, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യണം. പക്ഷേ എൻ്റെ മുമ്പിൽ വന്ന ഒരു ചിന്ത, ഞാനിത് 2 ചെയ്താലും ഞാനായിരിക്കുന്ന എൻ്റെ ഫാമിലി, എൻ്റെ വീട്ടുകാർ, എൻ്റെ പേരൻസ്, അവർക്കെല്ലാം കൊടുക്കാവുന്ന ഏറ്റവും വേദനാജനകമായൊരു കാര്യം. ഞങ്ങളുടെ നാട്ടിലെ ഒരു നല്ല ഒരു കോൺട്രാക്ട് ബിസിനസ്, PWD കോൺട്രാക്റ്റ് ആയിരുന്നു ഫാദറിനും. അതിൻ്റെ കൂടെ ബൈജു അല്ലേ, ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതിലുണ്ടായ പ്രശ്നങ്ങൾ, സാമ്പത്തിക എനിക്ക് തോന്നുന്നു ബൈജു അതിൻ്റെ കൂടെ വേറെ ബിസിനസ്, എനിക്ക് സിനിമയുടെ ബിസിനസ്സും എക്സ്പോർട്ടിങ്ങും ഉണ്ടായിരുന്നു. അതിലും തകർച്ച വരുമായിരുന്നു. ശരിക്കും എൻ്റെ ഒരു ഭാഷയെ പറഞ്ഞാൽ, ഒരു മനുഷ്യനെ 4 വശത്തോട്ടും വലിച്ചു കെട്ടിയാൽ അതേപോലെയായിരുന്നു, അതേ ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയം ഞങ്ങളുടെ ജീവിതം. പുറമേ നോക്കുമ്പോൾ വലിയ വിഷയം ആർക്കും തോന്നുന്നില്ലായിരുന്നാലും അകമേ ഞങ്ങൾ ശരിക്കും ഒരു നെരുപ്പോട് പോലെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുക. ഈ ബിസിനസ്സുകൾ നടക്കുമ്പോൾ തന്നെ വലിയ തകർച്ചയിലായിരുന്നു അകത്ത്. അത് നമുക്ക് ആഹാരം പോലും വെക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ജീവിതം തന്നെ ഒരു കണക്കിന് മടുത്ത ലെവലാണ്. രാത്രി ആയാൽ നേരം വിളക്കരുത്, ഡേ ആയാൽ രാത്രി ആകരുത്, അങ്ങനെയുള്ള ഒരു ഇതിലങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, 2 വഴിയേ എൻ്റെ മുമ്പിലുള്ളൂ. ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഫസ്റ്റിൽ ആ മീറ്റിങ്ങിന് ഹാളിലവിടെ വരുന്നത്. മീറ്റിങ്ങിന് വേണ്ടി വന്നതാണോ? അല്ല, മീറ്റിങ്ങിന് വേണ്ടി വന്നതാണോ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനിടയ്ക്ക് പറയട്ടെ, ഈ മറക്കുന്ന വാകത്താനം പഞ്ചായത്ത് ഹാളിൻ്റെ അവിടുന്ന് 50 അടി അല്ല തൊട്ട് മുമ്പിലത്തെ വീടാണ് ബൈജുവിൻ്റെ. അപ്പോൾ അങ്ങനെ എന്തായാലും അതിലേക്ക് കടന്നു പോയ ഒക്കത്തുള്ളൂ. യേശു ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ ബൈജു ബ്രദർ അന്ന് പഞ്ചായത്ത് ഹാളിൻ്റെ മുമ്പിൽ കൂടെ പോകേണ്ടി വന്നു. ശരിക്കും അങ്ങനെ മീറ്റിങ്ങിൻ്റെ അവിടെ ഫ്രണ്ടിൽ വന്നു. അപ്പം എൻ്റെ ഒരു കസിൻ തന്നെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് വലിയൊരു രോഗസൗഖ്യം കിട്ടി. അതുപോലെ എൻ്റെ കൂടെ നിച്ചു എന്ന് പറഞ്ഞ, അപ്പം കിഡ്നി പ്രോബ്ലം ആയിട്ട് വന്നു. നിജു ബ്രദർ സൗഖ്യമായത്. നിജു ബ്രദറിൻ്റെ കൂടെ ഞാൻ മീറ്റിങ്ങിനൊന്ന് കയറി. ആ മീറ്റിങ്ങിനൊന്ന് കയറി
സത്യത്തിൽ ഞാൻ വിചാരിച്ച മീറ്റിംഗ് ഹോൾ നിറഞ്ഞ് നല്ല ആൾക്ക് വരും, ഒത്തിരി തിരക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഹോളിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ പോയിരുന്നു. ആ ബാക്ക് സൈഡിൽ ചെയറാൻ ഞാൻ പോയിരുന്നു. അന്ന് മീറ്റിംഗ് എടുക്കാൻ വന്നത് തോമസ് മീറ്റിംഗ് എടുക്കാൻ വന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സുവിശേഷ മീറ്റിങ്ങിന് കയറി അറ്റൻഡ് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ വീട് തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല, 300 മീറ്റർ വ്യത്യാസം. പക്ഷേ കണ്ടാലേ അറിയാമെങ്കിലും അത്ര അടുത്ത് പരിചയമില്ല. അതിനൊരു കാരണമുണ്ട് തോമസ് ഞാൻ എൻ്റെ ഓർമ്മ തൊട്ട് ഒരു വിശ്വാസ ജീവിതത്തിലും ഒരു പാസ്റ്ററായിട്ടും സുവിശേഷ വില ചെയ്യുന്ന ഒരാൾ. ഞാൻ ആത്മീയമായിട്ട് യാതൊരു ബന്ധത്തിലുള്ള ആളല്ല. ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ഒരു അങ്ങനെ ആലോചിക്കാറ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മീറ്റിങ്ങിന് കടന്നു വരുന്നത്. മീറ്റിങ്ങിന് കടന്നു വന്നു. മീറ്റിങ്ങിന് ഞാൻ ഹാളിൽ കയറിയിരുന്നു. അന്ന് ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് കയറി അറ്റൻഡ് ചെയ്യുന്നു. ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തു. പക്ഷേ ആ മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ അവിടെ പ്രസംഗിച്ച കാര്യം മുഴുവൻ എനിക്കുള്ളതായിരുന്നു. അതെന്നെ വല്ലാതെ എൻ്റെ ജീവിതത്തിൽ ശരിക്കും സ്പർശിച്ചു. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. ആ സമയങ്ങളിൽ ഞാൻ ചുരുങ്ങിയത് ഒരു ദിവസം 3 ആരാധനാലയങ്ങളിൽ പോകും. കാരണം എനിക്ക് കുറച്ച് സമാധാനമാണ്. ലക്ഷങ്ങളുടെ കടം, കേസുകൾ, പ്രശ്നങ്ങൾ. എൻ്റെ വീട്ടിൽ ടെലിഫോൺ രാവിലെ 5 മണിക്ക് ടെലിഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയാൽ ബൈജു ഉണ്ടോ എന്ന് ചോദിച്ചാണ് ടെലിഫോൺ ബെല്ലടിക്കുന്നത്. രാത്രിയിൽ പല സമയങ്ങളിൽ പല ദിവസങ്ങളും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങി ഒരുറക്കം ഒന്ന് പിടിക്കുമ്പോഴായിരിക്കും ഒന്നിൽ ഇതുപോലെ ടെലിഫോൺ കോൾ വരും, അല്ലെങ്കിൽ കേസിൻ്റെ പ്രശ്നങ്ങളുമായി പോലീസുകാർ വരും. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. നല്ല ചെറുപ്പകാലത്ത് ഇതെല്ലാം സഫർ ചെയ്ത് നല്ല ഞാൻ ഒരു 12-13 വയസ്സുള്ളപ്പം തൊട്ട് ഫാറിനോട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു. ജീവിതം തന്നെ ഏകദേശം അവസാനിക്കുന്ന ഒരു ലെവൽ. ഞാൻ ഒരു 30 ദിവസം എൻ്റെ ജീവിതത്തിന് ആയുസിട്ട് മുന്നോട്ട് മൂവ് ചെയ്യുന്നൊരു സമയങ്ങളായിരുന്നു. പക്ഷെ അങ്ങനെ ആ സമയത്താണ് ഞാനിങ്ങനെ മീറ്റിങ്ങിന് കയറി വന്നത്. മീറ്റിംഗ് അവിടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രസംഗിച്ച കാര്യം മുഴുവൻ എന്നെക്കുറിച്ചാണ് തോന്നി. മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കസിൻ ബ്രദറെ വിളിച്ചുകൊണ്ട് തോസിൽ ബ്രദറിനായിരിക്കും വരികയും തോസിൽ ചായ എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അന്നേരം ചിരിച്ചുകൊണ്ട് മറുപടിയും പറഞ്ഞു, ഇത്ര നേരം പ്രസംഗിച്ച എന്നെ പറ്റിയാണെന്ന് പറഞ്ഞു. ആ കൂടെ തോസിൽ ചായ ഞങ്ങൾ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ബൈജു ഇന്ന് പോയി ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു. സത്യത്തിൽ അതാണ് തോമസ് ചായ എൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ ഒരു ടേണിംഗ് പോയിൻ്റ്. അതാണ് ആ ടേണിംഗ് പോയിൻ്റ്. ആ കാരണം ഞാൻ അന്ന് അതിന് മുമ്പും ബൈബിൾ വായിച്ചിട്ടുണ്ട്, ബൈബിൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് മുതൽ ബൈബിൾ ഞാൻ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വാക്യങ്ങളും വാചകങ്ങളും അത് എനിക്കുള്ളതാണെന്നുള്ള വലിയ ജീവൻ വയ്ക്കാൻ തുടങ്ങി. ഒരു വലിയൊരു ദാഹം എന്നിനുള്ളിൽ വരാൻ തുടങ്ങി. ഞാൻ 7 ദിവസം കൊണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പുതിയ നിയമ പുസ്തകം മുഴുവൻ വായിച്ചു. പക്ഷെ അതിന് കിട്ടിയൊരു ഗുണം, എൻ്റെ ഉള്ളിലൊരു വലിയ ബലാത്ശാലിയായ ധൈര്യമുള്ളൊരു മനുഷ്യൻ എഴുന്നേറ്റു. അതോടെ എൻ്റെ അകത്തൊരു മനുഷ്യൻ എഴുന്നേറ്റു. ശരിക്കും ഈ പുതിയ സൃഷ്ടിയാകുക എന്നൊക്കെ പറയുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ള ശരിക്കും അത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് വാസ്തവത്തിൽ ബൈജുവിൻ്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. വേർത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ, അതെ, നിഗൂഢ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ ബലപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ, അപ്പം ദൈവവചനം ഒരാളുടെ അകത്ത് ആ ജനനം കൊണ്ടുവരുന്നു. വചനം വായിച്ചപ്പോൾ തന്നെ അകത്ത് നല്ലൊരു പുതു വ്യക്തി ഉണ്ടായി. അത് ശരിക്കും എനിക്കൊരു ഭയങ്കര ധൈര്യമായിരുന്നു. അപ്പോൾ അതോടുകൂടെ ഈ മനസ്സിന് ധൈര്യം കിട്ടിയത് കൂടാതെ മറ്റെന്തെങ്കിലും ചേഞ്ചസ് ജീവിതത്തിലുണ്ടായോ? സത്യത്തിൽ ആ സമയങ്ങളിൽ ഈ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഫിനാൻഷ്യലി ഉള്ള ഇതിൽ വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ വലിയ പെട്ടെന്നൊന്നും സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഏറ്റവും പ്രധാനമായിട്ടുണ്ടായ സമാധാനം, ഏറ്റവും പ്രധാനമായിട്ട്. കാരണം ഞാൻ ആ നിമിഷം വരെ ആഗ്രഹിച്ചിരുന്ന സ്വസ്ഥതയുടെ 1 മണിക്കൂറിലൊന്ന് കിടന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനോടിടയ്ക്ക് എനിക്ക് ജീവിതത്തിൽ സംഭവിച്ച വേറൊരു കാര്യം, ഞാൻ ചെറുപ്പത്തിൽ തന്നെ മദ്യപിക്കും, കമ്പനി കൂടി ഫ്രണ്ട്സും എല്ലാമായിട്ട് നല്ലപോലെ ശരിക്കും മദ്യപിക്കും. പക്ഷേ എനിക്ക് ഈ ഇഷ്യൂസ് എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മദ്യപിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. മദ്യപിച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നേരം വൊമിറ്റ് ചെയ്യും. അത് കാരണം ഞാൻ ഈ മദ്യപാനം അതോടെ നിർത്തി. അപ്പോൾ എനിക്ക് ഒരു കാരണം, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയുന്നുണ്ട്, നീ വേണേൽ 2 എണ്ണം അടിക്കുക, കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഒത്തിരി ടെംപ്റ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ഡ്രോപ്പേലും ഞാൻ കഴിച്ചാൽ ഞാൻ വൊമിറ്റ് ചെയ്യും. അത് കാരണം ഞാനതങ്ങ് ഉപേക്ഷിച്ചു അങ്ങനെ. അപ്പോൾ ആ ഒരു പ്രോബ്ലം അന്നേരം എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. മദ്യപാനത്തിൻ്റെ പ്രശ്നങ്ങൾ ആ സമയത്തില്ല. പക്ഷേ അത് കഴിഞ്ഞു, ഈ വിഷയങ്ങളെല്ലാം മാറി ഈ പ്രാർത്ഥനാ അന്തരീക്ഷത്തിലേക്ക് വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരു മനുഷ്യൻ ശരിക്കും അവിടെ ഇന്നും എനിക്ക് തരുന്ന ഒരു ധൈര്യത ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അപ്സ്റ്റെയറിൽ ഞാനിങ്ങനെ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയം എൻ്റെ പുറകിലൊരു ഹ്യൂജ് ലൈറ്റ്, ഒരു മനുഷ്യൻ്റെ ഷേപ്പിലൊരു ഹ്യൂജ് ലൈറ്റ് വന്നു. ആ ലൈറ്റിൽ നിന്ന് ഒരു സൗണ്ട് ഞാനിങ്ങനെ കേൾക്കുക, ഈ ലോകത്തെ ജയിച്ചവൻ നിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു. ഈ ലോകത്തെ ജയിച്ചവൻ. ഞാൻ ഇപ്പോഴും ഈ വാക്ക് എൻ്റെ ഓർമ്മ വരുമ്പോഴും എൻ്റെ അകത്ത് ആ ഒരു
വലിയൊരു പവർ ഇങ്ങനെ ഇടിച്ചു നിൽക്കാൻ നമുക്കറിയാൻ സാധിക്കും. അതിൽ എനിക്ക് വലിയ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഈ ലോകത്തിൽ പല ഇതിലും ഞാൻ പോയെങ്കിലും മദ്യപാനത്തിനോ പുകവലിക്കോ അല്ലെങ്കിൽ കൂട്ടുകെട്ടിനോ ഒന്നും തരാത്ത ഒരാശ്വാസവും സമാധാനവും ആ ഒരൊറ്റ വാക്കിലൂടെ അത്രയും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് തന്നു. ഇന്നും നമ്മൾ പോകുന്ന ഓരോ കാര്യങ്ങൾക്കും ആ ഒരു വാക്യം എൻ്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ലെവലിലേക്ക് നമ്മുടെ ആ മൈൻഡ് സെറ്റ് ഉൾപ്പെടെ എല്ലാം കർത്താവ് അങ്ങ് മാറ്റുക, വലിയൊരു പ്രത്യാശ ജീവിതത്തിൽ തരിക. തുടർന്ന് ഈ പ്രതിസന്ധികളിൽ നിന്ന് പിന്നെ എങ്ങനെ വിടുതലായി? പിന്നെ ഗ്രാജുവലി ഈ വീട്ടിൽ കുറേ പ്രോപ്പർട്ടി എല്ലാം നമ്മുടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഡിസ്പോസ് ചെയ്യാനും അതെല്ലാം കേസിലെല്ലാം അറ്റാച്ച് ചെയ്ത് ഉള്ള പ്രശ്നത്തിലെല്ലാം കിടക്കുമായിരുന്നു. അവർ തന്നെ എല്ലാം ഇങ്ങോട്ട് വന്ന് സെറ്റിൽമെൻ്റായി അങ്ങനെ കുറേ ഡിസ്പോസ് ചെയ്തു. മുഴുവൻ വിഷയങ്ങളെല്ലാം ഫിനാൻഷ്യലി ഉള്ള പ്രശ്നത്തിൽ അന്നത്തെ അവസ്ഥയിൽ ഒരു മാസം മരിക്കുമെന്നും കൊണ്ടിരുന്നു. അതെ. ജീവിതത്തിന് അവസാനം 30 ദിവസം ഞാൻ ആയുസ് ഇട്ടതാണ്. എന്നെ ആരെങ്കിലും കൊല്ലും അല്ലെങ്കിൽ ജീവിച്ചിട്ട് ഇനി കാര്യമില്ല. കാരണം ജീവിതത്തിൻ്റെ അവസാനം ഞാനിങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു. ഞാൻ ആ സമയം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനിവിടുന്ന് ബാംഗ്ലൂർക്ക് ഒളിച്ചോടി പോകുമ്പോൾ ബസ്സിലിരുന്ന് ഓരോ സ്ഥലത്തോടും ഇങ്ങനെ ടാറ്റ പറഞ്ഞു പോവുകയാണ്. ഇനി ജീവിതത്തിൽ ഇനി ഈ സ്ഥലം ഇനി കാണാൻ പറ്റത്തില്ല. ഒളിച്ചോടി പോയ സ്ഥലത്തൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പോൾ സുവിശേഷമല്ലേ? തീർച്ചയായിട്ടും ദൈവം കർത്താവ് പാലക്കാട് പോയി, കോഴിക്കോട് പോയി, മലബാറിൻ്റെ പല സ്ഥലങ്ങളിലും, ഈവൻ ബാംഗ്ലൂരും പോയി കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ കർത്താവ് ഭാഗ്യം തന്നു. അപ്പോൾ അവിടെയെല്ലാം ഇപ്പോൾ ബൈജു ബ്രദർ സുവിശേഷവുമായിട്ട് നിൽക്കുക. പാലക്കാട് നമ്മുടെ ശുശ്രൂഷയുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ TV പ്രേക്ഷക മീറ്റിങ്ങുകൾ പലതും ബ്രദർ അവിടെ ലീഡ് ചെയ്തു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നടത്തിയ വഴികൾ നോക്കുമ്പോൾ ഏറ്റവും ഞാനൊരു വാക്കുകളില്ല സത്യത്തിൽ പറയാം. കാരണം ജീവിതത്തിൽ അടിയരയിട്ട് അവസാനിപ്പിച്ച ജീവിതത്തിൽ നിന്ന് ശരിക്കും പുതിയ സൃഷ്ടിയാണ് എന്നുള്ള ആ ഒരു അനുഭവത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ഞാനതിനൊക്കെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കാനും സുവിശേഷ വേലയിലേക്ക് പോകാനും ഒരു പ്രേരണ ഉണ്ടായത്. സത്യത്തിൽ ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നു, പ്രാർത്ഥനാ അന്തരീക്ഷത്തിൽ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യത്തെ ഒരു ആഗ്രഹം ഈ വിഷയം എങ്ങനെയൊക്കെ ഒന്ന് മാറണം, ബിസിനസ്സിലേക്ക് വരണം. ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ വരുന്നത്. അങ്ങനെ വന്നു. ഞാൻ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് വീണ്ടും ഞാൻ ബിസിനസ്സിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയി. പക്ഷേ ഇപ്പോഴും ആ കർത്താവിൻ്റെ കൂടെ നിന്ന് കിട്ടുന്ന ആ ഒരു സമാധാനവും സന്തോഷവും വേറെ ഒരു മേഖലയിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ബിസിനസ്സിലേക്കൊക്കെ തിരിഞ്ഞു. പിന്നെ കർത്താവ് ഇടപെട്ടോ കർത്താവിന് വേണ്ടി വേല ചെയ്യാനായി? കർത്താവിന് വേണ്ടി ശരിക്കും ഞാൻ ദോസനോട് പറഞ്ഞല്ലോ, എനിക്കിതിനെപ്പറ്റി വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ആളെയല്ല. ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ പോകണം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിൽക്കണം, ബൈബിൾ എടുത്ത് ചെയ്യണം. ശരിക്കും നേരത്തെ അങ്ങനെയുള്ളവരെ പരിഹസിച്ചു, ഇത് ഉപജീവന മാർഗ്ഗം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് നടന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ആഴം മനസ്സിലായത് അതൊന്നുമല്ല. യഥാർത്ഥമായും ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതുമായ ഒരു ദൗത്യമായതെന്നും ഇതൊരു വലിയേറിയ ഭാഗ്യമാണെന്നും സത്യത്തിൽ കർത്താവ് എന്നോട് ഇടപെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം കർത്താവ് വ്യക്തിപരമായി തന്നെ ഇടപെട്ടു. ശരിക്കും നൂലെ കെട്ടിയിറക്കി ദൈവം തരുമോ എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കുകയും ചെയ്യും. ഞാൻ ഓർക്കുന്നുണ്ട്, നാളുകൾക്ക് മുമ്പ് കോട്ടയത്ത് നമ്മുടെ ബ്രദർ ശുശ്രൂഷിച്ചുകൊണ്ട സമയത്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമെന്ന്. അപ്പോൾ ബ്രദർ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാനിങ്ങനെ ബ്രദറിനോട് പറയുകയും ചെയ്തു, ബ്രദറെ ചുമ്മാ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കരുത്, ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമോ, അങ്ങനെയൊന്നും പ്രസംഗിക്കരുത്. കാരണം എൻ്റെ അവസ്ഥ അന്നത്തെ അങ്ങനെയാണ്. അതുപോലെ പൈസയ്ക്ക് ആവശ്യങ്ങളാണ്, കേസുകളും പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ബ്രദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സൗര അതൊക്കെ നടന്നിരിക്കും, കർത്താവ് അത് നടത്തിയിരിക്കും എന്ന് പറഞ്ഞു. ശരിക്കും ആ ആഴ്ചയിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ അത് ശരിക്കും നൂലെ കെട്ടിയിറക്കി തന്നതുപോലെ തന്നെ ഒരു സാക്ഷ്യമുണ്ടായി. അന്ന് ഞാൻ ചങ്ങനാശ്ശേരിയിലൊരു മനുഷ്യന് ഏകദേശം 50,000 രൂപയോളം കൊടുക്കാൻ ഉണ്ട്. അദ്ദേഹത്തോട് ഞാൻ അവധി പറഞ്ഞു മടുത്തു. ലാസ്റ്റ് അദ്ദേഹം എന്നോട് ഒരു വഴക്കിൻ്റെ ഇതായി. അപ്പം ഞാനും പുള്ളിയും കൂടെ ഒരു എഗ്രിമെൻ്റ് വെച്ചു. ഈ ഫ്രൈഡേ എന്ന് പറയുന്നൊരു ഫ്രൈഡേ ലാസ്റ്റ് അവധിയാണ്. അന്ന് രാത്രി 12 മണിക്കകം പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരിക, ഫർണിച്ചർ 50,000 രൂപയുടെ ഫർണിച്ചർ സാധനം എടുത്തിട്ട് പോവുക. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെച്ചു. ആ ഫ്രൈഡേ മോർണിംഗ് ആയി, പൈസയൊന്നുമില്ല. ഞാനങ്ങ് വല്ലാണ്ട് വിഷമിക്കാൻ തുടങ്ങി. മമ്മിയോട് ഈ കാര്യം പറഞ്ഞു, പപ്പയോട് ഈ കാര്യം പറഞ്ഞു. എല്ലാവരും ആകെ അപ്സെറ്റായി. കാരണം അത് നമുക്ക് ചിന്തിക്കാൻ മേലാത്തൊരു കാര്യമാണ് അത്. പിന്നെ വീട്ടിൽ വന്ന് ഫർണിച്ചറും സാധനം എടുക്കുക എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നില്ല. എന്നെൻ്റെ ഉള്ളിൽ വലിയ വിഷമമുണ്ട്. ഞാൻ അന്നൊരു സമാധാനം എന്ന് പറഞ്ഞൊരു മാസിക എടുത്തിട്ട് വീടിൻ്റെ മുകളിലോട്ട് ഞാൻ കയറിപ്പോയി. മുകളിലത്തെ റൂമിൽ പോയി റൂം അടച്ചിടുന്നു. അതിനകത്ത് ശരിക്കും ഞാൻ കമന്ന് കിടന്ന് കരയുക. ദൈവമേ നാണക്കേടായല്ലോ,
ഞാൻ പ്രാർത്ഥിക്കാനും തുടങ്ങി, നിൻ്റെ കൂടെ വരികയും ചെയ്തു. എനിക്ക് ഒന്നും ചെയ്യാൻ മേലാത്ത സ്ഥിതിയാകുമല്ലോ കർത്താവേ. ഞാനിങ്ങനെ വിഷമിച്ച് കരയാൻ തുടങ്ങി. പക്ഷേ അന്ന് ഉണ്ടായ ഒരു മിറാക്കിൾ എന്ന് പറഞ്ഞാൽ, എന്നെ അന്നും നേരത്തെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളല്ല, ഇന്നും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ ഒരു ബന്ധു, അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് മുഖേന എനിക്ക് വേണ്ട എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിൻ്റെ ഒരു ചെക്ക് അന്ന് തന്നെ ഒരു 6-7 മണിയായപ്പോൾ അന്ന് തന്നെ വീട്ടിലെത്തിക്കുക. അപ്പോൾ ഞാൻ ഈ സംഭവം ഒന്നും അറിയുന്നില്ല. ഞാൻ വീട്ടിൻ്റെ മുകളിലത്തെ മുറിയിൽ ഇങ്ങനെ കിടക്കുക. ഒരു 7 മണിയായി 7:30 ഞാൻ താഴെ ഇറങ്ങി വരാതെ വന്നപ്പോൾ മമ്മി വീണ്ടും മുകളിൽ കയറി വന്നിട്ട് ഡോറെ കൊട്ടി. ഞാൻ ചോദിച്ചു, എന്നാ അമ്മയെ ചോദിച്ചു. അമ്മയെ ചോദിച്ചു. അമ്മയ്ക്ക് പറയാൻ വാക്കുകളില്ല. അമ്മ അങ്ങ് പൊട്ടിക്കരയുക. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, കർത്താവ് വഴി തുറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ എടുത്ത് കാണിച്ചു. പറഞ്ഞത്, കണ്ടോ കർത്താവ് വഴി തുറന്നു. അപ്പം ഞാനും അങ്ങ് വല്ലാണ്ടായി. ഞാൻ പറഞ്ഞു, കർത്താവേ സ്തോത്രം, നീ ശരിക്കും നൂലെ കെട്ടിയിറക്കി തരുന്നവൻ തന്നെയാണല്ലോ. ബ്രദർ, ഈ സുവിശേഷത്തിന് വേണ്ടി സുവിശേഷ വേലയിലേക്ക് വരാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രത്യേക വിളിയോ അനുഭവം എന്തെങ്കിലും ഉണ്ടായി? ഞാൻ തോസുചാനോട് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബൈബിൾ വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാലും ഞാനന്ന് പ്രാർത്ഥന കഴിഞ്ഞു വീട്ടിൽ വന്നു. തോസുചാൻ എന്നോട് പറഞ്ഞു ബൈബിൾ വായിക്കണം. ഞാൻ ബൈബിൾ വായിക്കാൻ അന്ന് തുടങ്ങി. ശരിക്കും അന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു ദാഹമായിരുന്നു ഇത് വായിക്കാൻ. കാരണം ഓരോ വേർഡിങ് വായിക്കുമ്പോഴും ഇത് എനിക്കുള്ളതാണെന്നുള്ള ആ ദാഹത്തിൽ അന്ന് വായിക്കാൻ തുടങ്ങി. ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുക. എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ അടുക്കലൊരു സായിപ്പ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു 6-6 അടി പൊക്കമുള്ളൊരു സായിപ്പ് എൻ്റെ അടുക്കൽ വന്നിട്ടൊരു ക്വസ്റ്റ്യൻ എന്നോട്, നദനേൽ വേർ യു ആർ. ഏസ് ഐ ആം എന്ന് പറഞ്ഞ് ഞാൻ ചാടി എഴുന്നേൽക്കുക. പക്ഷേ എഴുന്നേറ്റ് കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ വിഷനിൽ കണ്ട അതേ ഒരു ലുങ്കിയും ഒരു ബ്ലൂ കളർ ടീഷർട്ടുമാണ് ഞാൻ ഇട്ടിരുന്നത്. അതേ ടീഷർട്ടും ഇതിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. സത്യത്തിൽ ആ സമയത്ത് എനിക്ക് നദനേൽ എന്നൊരു ബിബ്ലിക്കലി നെയിമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കന്ന് മനസ്സിലായി കർത്താവിന് എന്തോ എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. കാരണം അതുവരെ ഞാൻ വിളിച്ച് യേശുവിനടുക്ക് കൊണ്ടുവന്ന പോലെ അത് കഴിഞ്ഞ് ശരിക്കും സത്യത്തിൽ അതൊക്കെ കർത്താവിൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നല്ലോ. കർത്താവിന് എന്നെക്കുറിച്ചുള്ളൊരു പദ്ധതി അതായിരുന്നല്ലോ ശരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം അതുപോലെ ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി ദൈവവേല ചെയ്യണമെന്ന് പ്രചോദനം ഉണ്ടായി. ശരിക്കും അതിനുശേഷം മീറ്റിങ്ങുകൾ എടുക്കാൻ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശരിക്കും വാക്ക് നമ്മൾ പറയുന്ന കർത്താവിനോട് എനിക്ക് ഏറ്റവും വലിയൊരു സ്നേഹം തോന്നിയത് ഈ കർത്താവുമായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ വായിൽ നിന്നൊരു വാക്ക്, ഏത് വാക്കാണോ വന്നിരിക്കുന്നത് അതേ വാക്ക് അറ്റസ്റ്റ് ചെയ്ത് തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു. എനിക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം കഴിഞ്ഞ കാല ജീവിതം നോക്കിയാൽ അങ്ങനെയൊന്നും ഒരു യോഗ്യതയില്ല. കള്ളം കുടിച്ച് ബഹളവും വെച്ച് കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചെടുത്ത് ഇതുപോലൊരു ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമോ, ആചാരവും കർമ്മവും എല്ലാം ചെയ്ത് നടത്ത് ഇതുപോലൊരു ദൈവം ഉണ്ടോ? അങ്ങനെ നടന്ന സമയത്ത് നമ്മൾ കർത്താവെ നീ ഇന്ന ചെയ്യണമേ, ഞങ്ങളോട് ചെയ്യണമേ, സൗഖ്യമാക്കണമേ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന അതേ വാക്ക്, നമ്മുടെ വായിൽ നിന്ന് വന്ന അതേ വാക്ക് കർത്താവ് അറ്റസ്റ്റ് ചെയ്ത് നമ്മുടെ ശുശ്രൂഷയിൽ മറ്റുള്ളവർക്കും നല്ല മീറ്റിങ്ങുകൾ പല മീറ്റിങ്ങുകളിലും സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. നല്ല വിടുതൽ കർത്താവ് നൽകിയിട്ടുണ്ട്. അത് കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ കണ്ണ് നിറയും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവം ബ്രദറിൻ്റെ ശുശ്രൂഷയിലുണ്ടായ ഒരു സൗഖ്യമോ വിടുതലോ ഒന്ന് ഓർക്കുന്നുണ്ടോ? ഈ നാളുകൾക്ക് മുമ്പ് പാലക്കാട് നടന്ന ഒരു ഇതുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിക്കാൻ വന്നവർ, അവർ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഏകദേശം 10 ലക്ഷം രൂപയോളം അവർ ആ ട്രീറ്റ്മെൻറ്റ് മുടക്കിയത്. അന്ന് പ്രാർത്ഥനയ്ക്ക് വന്നു. അവരും ജീവിതത്തിൽ ഇതുപോലെ നശിച്ച് തകർന്ന് ആരാലും രക്ഷിക്കാനില്ലാതെ വന്നതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു അവസരം തന്നു. പ്രാർത്ഥിച്ചു. കർത്താവ് അവർക്ക് ആദ്യമേ ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെ കാണാൻ അവിടെ ചെന്നു. അവരുമായിട്ട് അവരുടെ ഫാമിലി നമ്മളോട്ട് നല്ല ലിങ്കായി, നല്ല ഇതായി. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞു. അവരുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടൊരു സഹോദരനുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു, ബ്രദറെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കർത്താവ് തന്നു, ഞങ്ങൾക്കൊരു കുഞ്ഞിനെയും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഏത് കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ചു. അതിന് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു ഒരു ആൺകുഞ്ഞിനെ വേണം, വൈഫ് പറഞ്ഞു പെൺകുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും തർക്കിക്കണ്ട, 2 കുഞ്ഞുങ്ങളെ തരാൻ കർത്താവ് മതിയായവനാണ്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അതുപോലെ തന്നെ അറ്റസ്റ്റ് ചെയ്തു. ട്വിൻസ് അവർക്ക് കൊടുത്തു. അതൊരാണും ഒരു പെണ്ണും ആയിരുന്നു. അപ്പോൾ അതുപോലുള്ള ഒത്തിരി അത്ഭുതങ്ങൾ ശരിക്കും ഇത്രയും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ജീവിതം. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. ശരിക്കും ലോകത്തിൻ്റെ സമാധാനം നമുക്ക് കുറേയെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അതിനൊന്നും ഈ കർത്താവ് തരുന്ന സമാധാനത്തിൻ്റെ ഒരു 4-1 അംശം തരാൻ
ഈ ലോകത്തിലെ ഒരു സമാധാനത്തിനോ ഒരു സന്തോഷത്തിനോ പറ്റത്തില്ല. ഇങ്ങനെയാണെങ്കിൽ പ്രേക്ഷകരോട് നേരിട്ട് ഒന്ന് സംസാരിച്ച് ഞാൻ പറയുക, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ സമാധാനം ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഈ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, അത് ഈ ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞു. ആ കർത്താവ് അതേപോലെ തന്നെ കർത്താവിൻ്റെ സമാധാനം എന്ന് പറയുന്നത് ഈ ലോകത്തിന് ഒരംശം പോലും, ഈ ലോകത്തിന് ആ സമാധാനത്തിന് ഒരംശം പോലും തരുവാൻ സാധിക്കത്തില്ലെന്ന് എൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്. ഈ കർത്താവിൽ നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും നിത്യജീവനും അവൻ സൗജന്യമായി നമ്മുടെ ജീവിതത്തിൽ അവൻ നൽകിത്തരും. അവൻ നൽകി തരുന്നവൻ തന്നെയാണ്, വാക്ക് മാറാത്തവനാണ് നമ്മുടെ കർത്താവ്. വാസ്തവത്തിൽ ബൈജു ബ്രദർ ഇന്ന് പറഞ്ഞ സാക്ഷ്യം നമ്മളുടെ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും എത്ര പേരിന്ന് അതുകൊണ്ട് സമാധാനം പ്രാപിക്കുന്നു ഞാൻ ഓർക്കും. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് സാമ്പത്തിക പ്രതിസന്ധി, അല്ലേ? അതെ. പ്രത്യേകിച്ച് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തവർ ബിസിനസ്സിൽ പ്രതീക്ഷയോടെ മുടക്കിയിട്ട് പലരും ബിസിനസ്സൊക്കെ പൊട്ടുമ്പോൾ നാട്ടുകാരെല്ലാം അവരെ ശരിക്കും അത് അനുഭവിച്ചു. അല്ല, നാട്ടുകാരെല്ലാം പറയും എൻ്റെ കയ്യിലിരിപ്പുണ്ടോ. തങ്കു ബ്രദർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. തങ്കു ബ്രദർ ബിസിനസ്സെല്ലാം തകർച്ചയിലായി, താൻ തളർന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ എല്ലാവരും പറഞ്ഞു അവൻ്റെ കയ്യിലിരിപ്പുണ്ടാകും. ഈ തങ്കു ബ്രദർ പറയാനുള്ളൊരു കാര്യം, രോഗിയോട് മനുഷ്യർക്കൊക്കെ സഹതാപം തോന്നും, പക്ഷെ കടഭാരത്തിലായവനോട് ഒരു സിമ്പതി പോലും കിട്ടത്തില്ല. മരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. വീട്ടുകാരും എല്ലാവരും കൈവിടുന്ന ഒരവസ്ഥ അതിലൂടെ ബൈജു ബ്രദറും കടന്നു പോയത്. അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ആദ്യം ലഭിക്കുന്ന വാസ്തവത്തിൽ സമാധാനം, അല്ലേ? പലരും വിചാരിക്കുന്ന അതായത് നൂലെ കെട്ടി ഇറക്കുന്ന അനുഭവം ഉണ്ടായെങ്കിലും ആദ്യമേ നൂലെ കെട്ടി ഇറക്കുന്ന അനുഭവം ആയിരിക്കണമെന്നില്ല. ആദ്യമേ ഒരു സമാധാനം. അന്നാ ഓഡിറ്റോറിയത്തിൽ വചനം കേട്ട, യേശുവിൻ്റെ വചനം കേട്ട അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങി. അന്ന് രാത്രി കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ തോന്നിച്ച ഇങ്ങനെ ഈ ഉറവയൊക്കെ പൊങ്ങത്തില്ല, ഈ കിളുകളാണ്, അതേപോലെയായിരുന്നു. ഇങ്ങനെ ഒരു പീസ് ഓഫ് മൈൻഡ് ഇങ്ങനെ അകത്തു നിന്ന് ഇങ്ങനെ കർത്താവ് പറഞ്ഞല്ലോ, എന്നെ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് അതേ വചനം ടെസ്റ്റ് ചെയ്ത് ബബ്ലപ്പി എന്ന ഞാനൊരു വലിയ സത്യം പറയാം, കോടി രൂപ നമുക്ക് കിട്ടിയാലും സമാധാനം കിട്ടത്തില്ല, അല്ലേ? അതെ. പക്ഷേ കർത്താവ് തരുന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം അത് വർണ്ണിക്കാനൊക്കത്തില്ല. ബാക്കിയൊക്കെ തരും. കർത്താവ് പറഞ്ഞ ഈ നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും ഒന്നും നിങ്ങൾ വിചാരപ്പെടണ്ട, ഇവയൊക്കെയും വിജാതിയർ അന്വേഷിക്കുന്നു. എന്നിട്ട് പറയാം, മുമ്പേ നിങ്ങൾ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും ഉണ്മാനും ഉടുപ്പാനും സാമ്പത്തികം എല്ലാം കിട്ടും. അത് മത്തായി സുവിശേഷം 6:33 എഴുതിയിരിക്കുന്നു. അപ്പം പലപ്പോഴും നിങ്ങൾ മുമ്പേ ദൈവരാജ്യം അന്വേഷിച്ചാൽ ഇതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ആദ്യം സ്വർഗത്തിൽ പോകുന്ന കാര്യം നോക്ക്, ബാക്കി ഭൂമിയിലേ കിട്ടും. ഒരർത്ഥത്തിൽ അത് എടുക്കാമെങ്കിലും വാസ്തവത്തിൽ റോമർ 14:17 പറയാണ്, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷം. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ കിട്ടുന്ന സമാധാന സന്തോഷം, അതാ ദൈവരാജ്യം. അത് നിങ്ങളൊന്ന് അന്വേഷിച്ചേ. ആ പീസ് കർത്താവിലേക്ക് കാര്യങ്ങളൊന്ന് വിട്ടുകൊടുത്തേ, അല്ലേ? നമ്മളിരുന്ന് ആലോചിച്ചാലും ഒന്നും നടക്കത്തില്ല. പോയി ചത്തേക്കാവും തോന്നുന്നു, അല്ലെ നാട് വിട്ടേക്കാവും തോന്നുള്ളൂ, നാട് വിടാൻ തോന്നി, ചത്തേക്കാവും തോന്നി. പക്ഷേ എല്ലാ പ്രശ്നങ്ങളൂടെ യേശു ജീവനോടെ ഉണ്ട്. കർത്താവിന് എൻ്റെ വിഷയങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് ആ കയ്യിലോട്ടം കൊടുക്കുക. അന്നേരമാണ് സമാധാനം കൊണ്ട്, അതാ ദൈവരാജ്യം. അപ്പോഴുണ്ടാകുന്ന സമാധാനം, ദാറ്റ് ഈസ് ദ കിങ്ഡം, ഡൊമീനിയൻ ഓഫ് ദ കിങ്. രാജാതി രാജാവ് നമ്മളെ ഭരിക്കുക, അല്ലേ? അതുവരെ നമ്മുടെ വികാരങ്ങളും നമ്മുടെ ഭയവും നാളത്തെ വിഷയങ്ങളും ആണ് നമ്മുടെ മനസ്സിനെ ഭരിച്ചതെങ്കിൽ ക്രിസ്തുവിന് ജീവിതം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ ഉള്ളത്തെ പിന്നെ ഭരിക്കുന്നത് രാജാതി രാജാവായ കർത്താവ്. അതാ ദൈവരാജ്യം, ക്രിസ്തുവിൻ്റെ ഭരണം. അത് നമ്മളിൽ തുടങ്ങിയാൽ അതോടുകൂടെ ഇതൊക്കെയും കടവും മാറും, പ്രശ്നവും മാറും, എല്ലാ വിഷയത്തിനും വിടുതലാവും. സോ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ബൈജു ബ്രദറും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. സൗരനെ വിടുവിച്ച കർത്താവിൻ്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും വരട്ടെ. കടബാധ്യതയുടെ പിടിയിൽ മരിച്ചാൽ മതി പ്രയാസത്തിലിരിക്കുന്നവരിപ്പോൾ കാണുന്നില്ല കർത്താവേ, അവിടുത്തെ കരം നീട്ടുന്നു. ബൈജു ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തു, എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നൽകുമെന്ന്. നീ ആ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ കർത്താവ്. ഇന്ന് കർത്താവെ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജീവിതങ്ങളുടെ മേലും, അവരുടെ സകല വിഷയങ്ങളുടെ മേലും എൻ്റെ കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരം ഇപ്പോൾ തന്നെ നീങ്ങണം. സൗഖ്യമാക്കാൻ നിൻ്റെ കരം നീട്ടണം. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. മദ്യപാനികൾ മാനസാന്തരപ്പെടട്ടെ. കർത്താവെ, ആ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ആ ത്രോട്ടിൻ്റെ ഇൻഫെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, നിൻ്റെ അത്ഭുതകര നീട്ടിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കടബാധ്യതയുടെ കെട്ടുകൾ ഇപ്പോൾ തന്നെ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കും, നന്മകളാൽ നിറയ്ക്കും. ഈ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശു എല്ലാം നടത്തിക്കോളുമെന്ന് വിശ്വസിക്കുന്നതിന് കർത്തൃത്വം കൊടുക്കുക എന്ന് പറയുന്നു. ആ വിശ്വാസത്തിൻ്റെ സമാധാനം അനുഭവിച്ച് നിത്യജീവൻ്റെ ഉറപ്പിൽ ജീവിക്കുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. വി ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. 2016 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മണി മുതൽ. പുതുവത്സര സന്ദേശം, അത്ഭുത സാക്ഷ്യങ്ങൾ, പ്രാർത്ഥിക്കുക, പങ്കാളിയാവുക. 2016 യേശുവോടൊത്ത് TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ 2015 നവംബർ 20 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10 സെയിന്റ് ആന്റണീസ് ബിൽഡിംഗ്, പെട്രോൾ പമ്പിന് സമീപം. प्रेम की परिभाषा को प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों